ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുകയാണ്. കുറേ പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിവാലുവേഷൻ്റെ കാര്യത്തിനൊക്കെ. ഇപ്പോൾ റിവാലുവേഷൻ്റെ ഒരു കേസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ MBAക്ക് നമുക്കറിയാം 50 മാർക്ക് വേണം പാസ്സാവാൻ. UGക്ക് MBA PGക്കൊക്കെ 50 മാർക്കും UGക്ക് 35 മാർക്കുമാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഇപ്പോൾ MBAക്ക് ഒരു 30 മാർക്ക് അല്ലെങ്കിൽ ഒരു 20 മാർക്കിന് അബവ് ഉള്ളവരെന്തായാലും റിവാലുവേഷന് കൊടുക്കണം. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേ ബി കയറിപ്പോരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ 15 മാർക്ക് കൊടുത്തപ്പോൾ ഉള്ള ആൾക്കൊക്കെ കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് പാസ് മാർക്ക് ആയി കഴിഞ്ഞാൽ 50 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ മേ ബി നിങ്ങൾക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ റിവാലുവേഷൻ ഇപ്പോൾ ഈ ഒരു എമൗണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ചെയ്യാതെ ഇരിക്കരുത്. ഇനി നമുക്ക് ഇത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങളിതിപ്പോൾ റിവാലുവേഷൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കയറുമോ? നമുക്കതൊരിക്കലും ഒരു ഷുവറിറ്റി പറയാൻ പറ്റില്ല. അതൊരു പ്രോബബിലിറ്റിയുടെ കേസാണ്. മേ ബി മേ നോട്ട് ബി. അപ്പോൾ നമ്മൾ ആ പൈസ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അത് ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സായവർ മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് റിവാലുവേഷന് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. അങ്ങനെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പാസ്സായല്ലോ, പാസ്സായവർ തന്നെ വീണ്ടും റിവാലുവേഷന് കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ വർഷം അങ്ങനെ കൊടുത്തിട്ട് പ്രത്യേകിച്ച് നോ ചേഞ്ച് ആണ് കാണിച്ചിരുന്നത്. പ്രത്യേകിച്ച് ചേഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കൊടുത്തു നോക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ചിലപ്പോൾ മേ ബി എനിക്കറിയില്ല, കാരണം നമ്മളിതുവരെ കൊടുത്തിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റോ അതിൽ മാർക്സിൽ കണ്ടിട്ടില്ല. പിന്നെ പ്രാക്ടിക്കൽസിന് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ റിവാലുവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രാക്ടിക്കൽസിന് പ്രൊജക്റ്റിനൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതിൽ ഫെയിലായി ഒരു നെക്സ്റ്റ് ടൈം റീഅപ്പിയർ തന്നെ ചെയ്യണം. പിന്നെ എല്ലാവരുടെ ഡൗട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണ് റിവാലുവേഷൻ്റെ റിസൾട്ട് വരാമെന്ന്. നോർമലി ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ റിവാലുവേഷൻ്റെ റിസൾട്ട്സ് വരാറുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചത്, ഞാനിത് കോമൺ ആയിട്ട് എല്ലാവരും ചോദിച്ച കാര്യങ്ങളാണ് ഇതിൽ കമ്പൈൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എക്സാമിൻ്റെ ഫീസ് ഇപ്പോൾ അടയ്ക്കണോ, റിവാലുവേഷന് മുൻപ് എക്സാം ഫീ അടയ്ക്കണമെന്ന്. അങ്ങനെ ഒന്നും അടയ്ക്കേണ്ട. കാരണം എക്സാം ഇനിയിപ്പോൾ എപ്പോൾ നടക്കുന്നതാണ് നമുക്കറിയില്ല. മെയ്യിൽ പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞാലും ഇതിങ്ങനെ നീണ്ടു പോകാറുണ്ടല്ലോ. അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ എന്തിനാണ് ഫീസ് അടയ്ക്കുന്നത്? അതിന് ഡിക്ലറേഷൻ പോലും വന്നിട്ടില്ല. അപ്പോൾ അതിനുള്ളതൊന്നും നമ്മൾ അടയ്ക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം. ഇതുവരെ യാതൊരു ഇൻറ്റിമേഷനും ഇല്ല. ഒരു 99.9% യാതൊരു ചാൻസും ഈ ഡേറ്റ് എക്സാമിൻ്റെ ഇനിയുള്ള സപ്ലിമെൻ്ററിയുടെ എക്സാമിൻ്റെ ഒന്നും വരാനും ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിവാലുവേഷന് പ്രയോറിറ്റി കൊടുത്തിട്ട് റിവാലുവേഷന് കൊടുക്കുക. ഫെയിലായവരുണ്ടെങ്കിൽ റിവാലുവേഷന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും റീഅപ്പിയർ തന്നെ ചെയ്യണം. ചേഞ്ചസ് ഉള്ളവർ നമുക്ക് പിന്നെ ഇത് മാർക്ക് ഷീറ്റ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നോളൂ. അപ്പോൾ ഇതാണ് കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ റിസൾട്ട്സ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.